വെൽക്കം ടു ഗ്യാസ്. നമ്മുടെ ബെഡ്ഷീറ്റിന്റെ വീഡിയോ ആണ്. ബെഡ്ഷീറ്റിന്റെ വീഡിയോക്ക് ഇത്രയും സ്വീകാര്യത കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അപ്പോൾ പിന്നെയും ഡിസൈൻസ് ഇങ്ങനെ ആൾക്കാർ ചോദിക്കുന്നതുകൊണ്ട് ഞാൻ ഡെയിലി എന്നാൽ പിന്നെ ഇത് കാണിച്ചേക്കാന്ന് വെച്ചു. എന്തായാലും നമ്മുടെ ഒരു സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഒന്നും കാണിക്കുന്നത് പ്രതീക്ഷിച്ചല്ല തുടങ്ങിയത്. പക്ഷേ അത്രയും പേര് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എല്ലാ ദിവസവും അങ്ങനെ കുറേശ്ശായിട്ട് കാണിച്ചേക്കാന്ന് വെച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഡിസൈൻ വരുന്നത് ഞാൻ ഓൾറെഡി ചെറിയ സൈസിൽ കാണിച്ച ഡിസൈൻ തന്നെയാണ്. ബോർഡറിന്റെ കളറിന് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഈ ഡിസൈൻ തന്നെ ഒത്തിരി പേര് പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ ആദ്യം ഇത് തന്നെ കാണിച്ചേക്കാന്ന് വെച്ചു. ബോർഡർ ഡിഫറെന്റ് ആയതുകൊണ്ടാണ് ലാസ്റ്റ് ടൈം അത് ഞാൻ ചോദിച്ചവരോട് ഇല്ലാന്ന് പറഞ്ഞത്. അപ്പൊ ഇതിന്റെ വരുന്ന ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഒരു പിങ്ക് ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ, ഒരു ലീഫിന്റെ പാറ്റേൺ ആട്ടോ. അപ്പൊ ഇതിന്റെ സൈഡ് ബോർഡറിന്റെ കളർ ആണെങ്കിലും ഒരു ലൈറ്റ് ഒനിയൻ പിങ്ക് എന്ന് പറയാവുന്നൊരു ഷെയ്ഡ് ആട്ടോ. ഇതുപോലെ നല്ല ഫാബ്രിക് ആണ്, ഇതുപോലെയാണ്. നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആട്ടോ. നമ്മുടെ സാധാരണ വരുന്ന കോട്ടൺ പോലെയല്ല, അതിലും കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള മെറ്റീരിയൽ, നല്ല തിക്കായിട്ടുള്ള ഫാബ്രിക് ആണ്. കളർ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. അപ്പൊ ഇത് കിങ് സൈസ് ആട്ടോ, വലിയ സൈസ് ആണ് വരുന്നത്. അതിന്റെ സെയിം പില്ലോ കവറൊക്കെ ഇത് തന്നെയാണ്. ഇതുപോലെ ഇതും നല്ല രസമായിരിക്കും കേട്ടോ ഇട്ടാല്. ആ ഒരു കളറിന്റെ എടുപ്പ് എന്തായാലും ഉണ്ട്. ബ്ലൂവും ഈ ഒരു ഓനിയൻ പിങ്കും കൂടെ ഉള്ള ആ ഷെയ്ഡ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഇപ്പൊ ചുരിദാറിലായിക്കോട്ടെ സാരിയിലായിക്കോട്ടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കളർ കോമ്പിനേഷൻ ആണ്. അപ്പൊ ഇതിന് നമ്പർ വരുന്നതെന്ന് പറഞ്ഞാൽ J835, റേറ്റ് 890 8 9. നമുക്ക് രണ്ടാമത്തെ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് വെറൈറ്റി കളർ പിടിക്കാന്ന് വെച്ചു. അപ്പൊ ഇതൊരു ഗ്രീൻ ബേസിൽ ചെയ്തേക്കുന്ന കേട്ടോ, നല്ല ഫ്ലവർ ഡിസൈൻ ആണ്. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ എടുപ്പ് നമുക്ക് ആ ഒരു വൈറ്റ് പെയിന്റ് അടിച്ച വീടിനൊക്കെ ആണെങ്കിൽ നല്ല രസമായിരിക്കും. അപ്പൊ ഇതിന്റെ ബോർഡർ വരുന്നത് അതായത് ഇതുപോലെ ആഷ് കളർ ആട്ടോ. കിങ് സൈസ് തന്നെ. കിങ് സൈസിന്റെ വലിപ്പം എന്ന് പറയുന്നത് 100 110 എന്ന കണക്കിലാണ് അത് പറയുന്നത്. കിങ് സൈസ് എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് കുറെ പേർക്ക് അറിയായിരിക്കും. സൈസ് ഏകദേശം ഒന്ന് മനസ്സിലായിക്കോട്ടെ എന്ന് വെച്ചാൽ 100 110 പറഞ്ഞ കേട്ടോ, അങ്ങനെയും ഇങ്ങനെ പറയാറുണ്ട്. അപ്പൊ ഇതിനും വേറെ വ്യത്യാസമൊന്നുമില്ല. എല്ലാത്തിന്റെയും ബോർഡർ 4 ബോർഡറിലും ഇത്രയും വീതിയായിട്ട് ഇത് കൊടുത്തിട്ടുണ്ട്. കിങ് സൈസിന് ഇത്രയും വീതിക്ക് വരും. ക്യൂനിലോട്ട് വരുമ്പോൾ ഇത്രയും വീതി വരുന്നത് കുറച്ച് കുറവായിരിക്കും കേട്ടോ. മൊത്തത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന ആ പോർഷൻ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് മെയിൻ ആയിട്ട് നിൽക്കുന്നത്. നമുക്ക് അല്ലാതെ മൊത്തത്തിൽ പുറത്തോട്ടായിട്ട് ഇടുന്നതൊക്കെ ആണെങ്കിൽ ഈ ബോർഡർ പോർഷൻ കാണാൻ പറ്റും. അതും ഒരു കാഴ്ചയ്ക്ക് ഒരു ഭംഗിയാട്ടോ. പ്ലെയിൻ ആയിട്ട് കിടക്കുന്നേക്കാളും ബോർഡർ കാണുന്നത് നല്ല ഭംഗിയാണ്. ഇതിന്റെ പില്ലോ കവർ വരുന്നത് 2 എണ്ണം, എല്ലാത്തിനും 2 പില്ലോ കവറാണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്പർ J836, റേറ്റ് ഇതിനും സെയിം തന്നെയാണ് 890 8 9. നല്ലൊരു ഗ്രീൻ ഷെയ്ഡാ കേട്ടോ, ഓൾമോസ്റ്റ് സെയിം ആ, വലിയ വ്യത്യാസം പറയാനില്ല കളറിന്. ഇതാണ് പില്ലോ ചേർന്ന് വരുന്നത്, ഏകദേശം ഇങ്ങനെ വരും. അടുത്ത് ക്യൂൻ സൈസിലുള്ള ഐറ്റം കേട്ടോ. അപ്പൊ ഇത് കുറച്ച് വെറൈറ്റി ഡിസൈൻ ആണ്, സ്ട്രൈപ്സിന്റെ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. ഭയങ്കര ഇങ്ങനെ ഫ്ലവറോ അങ്ങനെ വലിയ ഡിസൈൻ ഒന്നും ഇഷ്ടമില്ല അങ്ങനെയുള്ളവർക്ക് വേണ്ടി വരുന്ന കേട്ടോ. എന്റെ ലിജോടൊക്കെ ചോദിച്ചാൽ പറയും ഇങ്ങനെ വൈറ്റ് കൂടുതലുള്ള പോരട്ടെ എന്ന് പറയും. കുറച്ച് വൈറ്റ് കളർ മൊത്തത്തിൽ വരുന്നതൊക്കെയാണ് അവർക്കൊക്കെ ഇഷ്ടമേ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇത് ഭയങ്കര വൈറ്റ് അല്ല കേട്ടോ, ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ്. ഫുള്ളായിട്ട് ഇതുപോലെ സ്ട്രൈപ്സിന്റെ പാറ്റേൺ മൊത്തത്തിൽ സെന്റർ ഞാൻ പറഞ്ഞില്ലേ, സെന്റർ മൊത്തത്തിൽ വരുമ്പോഴത്തേനും ഈ സ്ട്രൈപ്സ് വരും. ബോർഡർ മാത്രം ഇതുപോലെ. മുമ്പ് തന്നെ ഞാൻ കാണിച്ചപ്പോൾ പറഞ്ഞില്ലേ, ഇതിന്റെ വീതി ഇതാ ബോർഡറിന് കൊടുത്തേക്കുന്ന വീതി ഇത്രയാ കേട്ടോ. മറ്റേതിന് കുറച്ചുകൂടെ വലുപ്പത്തിൽ വരും. ബാക്കിയെല്ലാം സെയിം ആട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഓരോരുത്തരും താല്പര്യമാണ്. ഫ്ലോറൽ ഡിസൈൻ വേണ്ട, സ്ട്രൈപ്സിന്റെ പാറ്റേണിൽ കിടക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ഇതെടുത്തു. നല്ല ഓപ്ഷൻ ആട്ടോ അതിന്. സ്ട്രൈപ്സ് ഇട്ടാലും ഒരു ലുക്കാണ്. ഇന്നലെ ഞാൻ കാണിച്ചില്ലേ ഒരു ചെക്കിന്റെ ഡിസൈൻ, കുറച്ച് വെറൈറ്റി ആയിട്ടൊക്കെ ആഗ്രഹമുള്ളവർക്ക് നമുക്ക് ഇത് വേണം നോക്കാം കേട്ടോ. ഇതിന്റെ ബോർഡറിൽ ആഷ് ആണ്. ഇതിന്റെ അകത്തായി കളർ കോമ്പിനേഷൻ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. ഓൾമോസ്റ്റ് ആ ഒരു രീതി തന്നെയാണ് പോയിരിക്കുന്നത്. മെറ്റീരിയൽ ചെറിയ വേരിയേഷൻ വരും കേട്ടോ. ഇതിൽ കൂടെ ഒരു കോട്ടന്റെ കുറച്ച് ഫീല് കുറച്ചുകൂടെ കിട്ടുന്ന ഒരു ഫാബ്രിക് ആണ്. അപ്പൊ ഇതിന്റെ നമ്പർ വരുന്നതെന്ന് പറഞ്ഞാൽ J837 ആണ്. റേറ്റ് ഇതിന് ഇൻക്ലൂഡിംഗ് ഷിപ്പിംഗ് ചാർജ് 790 790. ഇത് ഞാൻ പറഞ്ഞൊരു ക്രീം ഷെയ്ഡാ കേട്ടോ. ബോർഡർ ആഷ് ആയതുകൊണ്ട് നല്ല കളർ മാച്ചിങ് ആണ്. നമുക്ക് ലാസ്റ്റ് വൺ വരുന്നത് ക്യൂൻ സൈസിൽ നല്ല അടിപൊളി സ്കൈ ബ്ലൂ കവർ ആട്ടോ, ലൈറ്റ് ബ്ലൂ കവർ. അപ്പൊ അതിൽ ഫുള്ള് വൈറ്റ് പാറ്റേണിലുള്ള ഫ്ലവർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ഓവർ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ അല്ല, വൈറ്റ് ബേസിലാണ് ചെയ്തിരിക്കുന്നത്. സോറി, ബേസ് കളർ ബ്ലൂ ആണ്, ഫ്ലവേഴ്സിന്റെ കളറാണ് വൈറ്റ് ഷെയ്ഡ് കേട്ടോ. പിന്നെ എനിക്ക് കുറച്ച് വെറൈറ്റി ഉണ്ട് ഇതിന്. ബോർഡർ കണ്ടില്ലേ, നല്ല രസമായിരിക്കും ഇത് ഇട്ടാലും കേട്ടോ. ഞാനിത് നോർത്തിയപ്പോഴാണ് ഇപ്പോൾ കണ്ടത്. ഇതിന്റെ ബോർഡറിൽ ഇതുപോലെ ഒരു ആഷിന്റെ ചെറിയൊരു ബോർഡർ വരുന്നുണ്ട്, പിന്നെ ഡാർക്ക് ബ്ലൂ. അപ്പൊ ഇങ്ങനെ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ അതിങ്ങനെ വിരിച്ചിടുമ്പോഴത്തേനും നല്ല രസമായിട്ട് കിടക്കും. ഇതുപോലെ ബോർഡറിലോട്ട് വരുമ്പോഴത്തേനും മൊത്തത്തിൽ ഇങ്ങനെ വരും കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞാൻ വിചാരിച്ചത് ഇത് മാത്രമേ ഉള്ളെന്നാ, നോർത്തിയപ്പോഴാണ് കണ്ടത് കേട്ടോ. ഒരു 2 ഡബിൾ ഷെയ്ഡിലുള്ള ബോർഡർ അതിന് കൊടുത്തേക്കുന്നത്. പിന്നെ പില്ലോ കവർ വരുന്നത് ഏകദേശം നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും ഇങ്ങനെ കിടക്കുമ്പോൾ എങ്ങനെയാ, കട്ടിലേക്ക് കിടക്കുമ്പോൾ എങ്ങനെയുണ്ടെന്നുള്ളത് ഏകദേശം ഊഹിക്കാൻ പറ്റും.
പിന്നെ ഈ മെറ്റീരിയൽ കിടക്കാൻ നല്ല സുഖമാട്ടോ, നല്ല മെറ്റീരിയലാണ്. ഇതിൻ്റെ പില്ലോ കവർ 2 വരുന്നത്. അപ്പോൾ ഇതിൻ്റെ നമ്പർ വരുന്നത് J838, റേറ്റ് 790. 790.